Good afternoon, my dear students. Welcome back to our class. I'm Srija with you. In this class, we are going to discuss the rest of the idiomatic phrases given in your textbook. Today's first idiomatic phrase is to have an axe to grind. Have a private or selfish reason for doing something. Have an ulterior motive. ഒരു കാര്യം ചെയ്യുന്നതിന് പിന്നിൽ ഒരു ദുരുദ്ദേശം ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ ഒരു യൂസേജ് കൊണ്ടുവരുന്നത്. ഈ ഒരു ഫ്രേസ് വന്നതിന്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്. The story says that there is a man who wanted to sharpen his axe stopped in front of a farmhouse on seeing a grindstone there. The owner's little son was standing nearby. The man started to praise the boy and the grindstone and flattered the boy into turning the handle. While the boy turned the handle, the man proceeded to grind his axe. He praised the boy because he had an axe to grind. എന്താണ് അദ്ദേഹത്തിന് ആ ഒരു ഗ്രൈൻഡിങ് മെഷീൻ അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ആ കുട്ടിയെ പ്രൈസ് ചെയ്ത് ആ കുട്ടിയെ കൊണ്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ആക്സ് അതിനിടയിൽ വെച്ച് അതിനെ മൂർച്ച കൂട്ടിയെടുക്കുക. അപ്പം ഒരു കാര്യം ചെയ്യുന്നതിന് പിന്നിൽ ഒരു ദുരുദ്ദേശം ഉണ്ടായിരിക്കാം. Example, he has no political axe to grind. He is just concerned about the state of affairs. Simple ആണ്. Some new reports may be biased because the reporters have an axe to grind. Next phrase is Hobson's choice, meaning an apparently free choice when there is no real alternative. Behind this phrase, there is a story. The story says that in the late 17th century, there is a man named Thomas Hobson. He worked as a carrier of passengers, letters, parcels between Cambridge and London. He kept horses for this purpose and rented them to the people when he wasn't using them. The students of the university always wanted their favorite horse. Thus, a few of Hobson's horses became overworked. To correct the situation, Hobson began a strict rotation system, giving each customer the choice of taking the horse nearest the stable door or not at all. This rule became known as Hobson's choice. Later, people were using this term to mean no choice at all in all kind of situations. Example, it's Hobson's choice really, as this is the only room they have empty at the moment. ഇവിടെ നമുക്കൊരു ചോയ്സ് ഉണ്ട് എന്ന് പറയുമ്പോഴും ചൂസ് ചെയ്യാനായിട്ട് മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്ത അവസ്ഥ. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഹോബ്സൺസ് ചോയ്സ് എന്ന് പറയുന്ന യൂസേജ് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി, മീനിങ് കോംപ്ലിക്കേറ്റഡ്, റെഡിക്കുലസ് ഓർ അൺബിലീവബിൾ സ്റ്റോറി. ഒരു എക്സാജറേറ്റ് ഒക്കെ ചെയ്ത് പറയുന്ന കഥകൾ പറയുക, അല്ലെങ്കിൽ ഒരിക്കലും വിശ്വസനീയമാകാത്ത തരത്തിലുള്ള കഥകൾ പറയുക. Example, she started to tell some cock and bull story to the police officers about how she found a huge bag containing 5 pounds of gold. ഉള്ള പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയില്ല, അല്ലെങ്കിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളതിന് പറയുമ്പോഴാണ് നമ്മൾ ഇത്തരം കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഫ്രേസ് യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് വൺ ഇസ് പാൻഡോറാസ് ബോക്സ്. ഇതൊരു ഗ്രീക്ക് സ്റ്റോറിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഒരിക്കൽ അതിസുന്ദരിയായ പാൻഡോറയ്ക്ക് സിയൂസ് ദേവൻ ഒരു പെട്ടി കൊടുത്തു. അതൊരിക്കലും തുറക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പാൻഡോറയ്ക്ക് ആകാംക്ഷ കൊണ്ട് പാൻഡോറ ആരുമില്ലാത്തൊരു സമയത്ത് അത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്.
അപ്പം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും അത് മനുഷ്യൻ്റെ വംശത്തിന് തന്നെ നാശമുണ്ടാക്കും എന്ന് സിയൂസ് പറഞ്ഞിരുന്നു. അപ്പോൾ പാൻഡോറ അത് ആരുമില്ലാത്തൊരു സമയത്ത് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കുറേ ദുഷ്ടശക്തികളാണ്. അതായത് വെറുപ്പ്, അസൂയ, സ്വാർത്ഥത, ഇങ്ങനെയുള്ള കുറേ ദുഷ്ടശക്തികൾ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ പാൻഡോറയ്ക്ക് ഭയങ്കര ടെൻഷനായി. പാൻഡോറ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ബോക്സിനുള്ളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്, എന്നെ തുറന്നു വിടൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. അങ്ങനെ പാൻഡോറ ബോക്സ് തുറക്കുമ്പോൾ അതിൽ നിന്ന് ഹോപ്പാണ് വരുന്നത്. അപ്പം ആ ഒരു ഹോപ്പ് കൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് പറയുകയാണ് ആ കഥയിലൂടെ. അപ്പം അതിൽ നിന്നാണ് പാൻഡോറാസ് ബോക്സ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് വരുന്നത്. അപ്പം ദ മീനിങ് is it refers to a process which once began result in many unforeseen problems which were previously covered up. To open Pandora's boxes to let things get out of control. അപ്പം ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പെട്ടെന്ന് അതിൽ നിന്നും ഒരു കാര്യം സംഭവിച്ച് അതിൽ നിന്നും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരിക, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊക്കെ വരുവാണ് പാൻഡോറാസ് ബോക്സ് എന്ന് പറയുന്നത്. ഞാൻ പാൻഡോറാസ് ബോക്സ് തുറന്നു എന്ന്. Example, we try to fix the advertising budget and it is just open Pandora's box. When I asked Jane about her problems, I didn't know I had opened Pandora's box. അപ്പോൾ അത്രയും നേരം അവൻ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു പാൻഡോറാസ് ബോക്സ് ഓപ്പൺ ചെയ്ത പോലെയായി. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ പാൻഡോറാസ് ബോക്സ് എന്ന് പറയുന്ന ഫ്രേസ് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഗോർജിയൻ നോട്ട്, മീനിങ് എനി ഇൻട്രിക്കേറ്റ് ആൻഡ് കോംപ്ലെക്സ് പ്രോബ്ലം ഹാവിങ് എ സിമ്പിൾ സൊല്യൂഷൻ. ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്, ഒരിക്കൽ ഒരു രാജാവ്, അദ്ദേഹത്തിൻ്റെ പേര് ഗോർജിയൻ, അദ്ദേഹം ഒരു കെട്ട് കെട്ടി. ആ കെട്ടഴിക്കാൻ സാധിക്കുന്നത് ആ ആളായിരിക്കും ഈ ഏഷ്യയുടെ അടുത്ത റൂളർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആർക്കും അത് അഴിക്കാനായിട്ട് സാധിച്ചില്ല. ഒരിക്കൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആ രാജ്യത്ത് കൂടെ കടന്നു പോയപ്പോൾ അദ്ദേഹം ഇതറിയുകയും അദ്ദേഹം അത് അഴിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന വാളുകൊണ്ട് അത് ഒറ്റവെട്ടിനത് മുറിച്ചിട്ടുണ്ടാക്കി. അപ്പം അങ്ങനെ സിമ്പിളായിട്ട് അദ്ദേഹം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. അപ്പം അത്തരം സിറ്റുവേഷനിൽ, അതായത് വളരെ കോംപ്ലെക്സ് ആയിട്ട് കരുതപ്പെടുന്ന ഒരു സിറ്റുവേഷന് വളരെ സിമ്പിളായിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തുക, ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ ഒരു ഗോർജിയൻ നോട്ട് എന്ന് പറയുന്ന ഫ്രേസ് നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ഹിസ് ഫസ്റ്റ് ഡേ വെൻ അറ്റൻഡഡ് ദ ക്ലാസ് എൻകൗണ്ടർഡ് എ ഗോർജിയൻ നോട്ട്. അപ്പം ആദ്യത്തെ ദിവസം ക്ലാസ്സിൽ എങ്ങനെയായിരിക്കും ക്ലാസ് എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ, പക്ഷെ അതിന് നല്ല സിമ്പിളായിട്ട് അതിനെ അല്ലെങ്കിൽ അതിനെ നേരിട്ടു എന്ന് പറയുന്ന ഒരു എൻകൗണ്ടർഡ് എ ഗോർജിയൻ നോട്ട്. എക്സാമ്പിൾ, സോഫ്റ്റ് ടു സെർബറസ്, മീനിങ് സംതിങ് ഓഫർ ടു അപ്പീസ് സംവൺ. ഇതൊരു ഗ്രീക്ക് മിത്തോളജിയിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ളതാണ്. സെർബറസ് എന്നത് ഒരു മോൺസ്റ്റർ, വാച്ച് ഡോഗ് ഓഫ് അണ്ടർവേൾഡ്. അപ്പം അതിനൊരു 3 തലയും സിംഹത്തിൻ്റെ ഉടലോടും കൂടിയ ഭയാനകരമായ ഒരു രൂപമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരിക്കൽ ഒരു ഐനിയസ് എന്ന് പറയുന്ന ഒരു പ്രിൻസ് വരികയും പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു കേക്ക് ഉപയോഗിച്ച് മയക്കുമരുന്ന് നൽകി സെർബറസ് എന്ന ഭയാനകമായ കാവൽക്കാരനെ അതിജീവിച്ച് സുരക്ഷിതമായി കടന്നു പോകാൻ ഐനിയസിന് കഴിയുകയും ചെയ്തു. അതിൽ നിന്നാണ് സോഫ്റ്റ് ടു സെർബറസ് എന്ന് പറയുന്ന ഫ്രേസ് ഉണ്ടായത്. Example, John gave some money to Alex, a soap to Cerberus, so that he will not tell the authorities what John done. Next one is Sword of Damocles, meaning eventual trouble, danger or disaster. ഇതിൻ്റെ പിന്നിലെ ഒരു കഥ എന്ന് പറയുന്നത്, ഡാമോക്ലസ് എന്ന് പറയുന്ന ആള് ഡൈനീഷ്യസ് രാജാവിൻ്റെ സദസ്സിലെ ഒരു അംഗമായിരുന്നു. അപ്പം ഡാമോക്ലസ് രാജാവിനോട് പറഞ്ഞു, രാജാവ് സർവ സുഖത്തിലും ഐശ്വര്യത്തിലും സമ്പത്തിലുമൊക്കെ ആണല്ലോ ജീവിക്കുന്നത്, എന്തൊരു ഭാഗ്യമുള്ള ആളാണ്.
എന്ന് അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഡയനീഷ്യസ് രാജാവിന് ഡാമോക്ലസിനെ ധരിപ്പിക്കണം, രാജപദവി എത്രത്തോളം ആപത്കരമാണ് അല്ലെങ്കിൽ എത്രത്തോളം റിസ്ക് ഉള്ളതാണ് എന്ന് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തണം എന്ന് കരുതിയിട്ട് രാജാവ് ഡാമോക്ലസിനെ ഒരു സദ്യ ഒരുക്കിയിട്ട് വിളിച്ചു. രാജസിംഹാസനത്തിൽ അല്പം നേരം ഇരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ രാജസിംഹാസനത്തിൽ ഇരുന്ന ഡാമോക്ലസ് മുകളിലേക്ക് നോക്കിയപ്പോൾ മുകളിൽ ഒരു നാര് പോലെയുള്ള ഒരു വളരെ തിന്നായിട്ടുള്ള ഒരു നൂലിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഒരു മൂർച്ചയുള്ള കത്തി മുകളിൽ തൂങ്ങിക്കിടക്കുന്നതായിട്ട് ഡാമോക്ലസ് കാണുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഡയനീഷ്യസ് രാജാവ് പറഞ്ഞു, ഈ രാജസിംഹാസനം അങ്ങനെയാണ്, എത്രത്തോളം റിസ്ക് ഉള്ള ഒരു കാര്യമാണ് താൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഡാമോക്ലസിനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഈ ഒരു സ്റ്റോറിയുടെ ബേസിസിലാണ് ഈ ഒരു ഫ്രേസ് ഉണ്ടായത്. Example, the new tax law is providing to be a sword of Damocles hanging over our every business. ബിസിനസ്സിൽ ഈ ഒരു ടാക്സ് ലോ വന്നു കഴിയുമ്പോൾ എന്താണ് മാറ്റം സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. അത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എപ്പോൾ വേണമെങ്കിലും ഈ സ്വേർഡ് പോലെ എപ്പോൾ വേണമെങ്കിലും അത് നമ്മളിൽ നാശം സംഭവിപ്പിക്കാം. Next one is apple of discord, meaning something that causes unhappiness or trouble, root cause of fight. ഇതും ഒരു ഗ്രീക്ക് മിഥോളജിയിൽ നിന്നും വന്നാണ്. 3 ദേവതകൾ ഉണ്ടായിരുന്നു. അവരെ 3 പേർക്കും ഒരു ഗോൾഡൻ ആപ്പിൾ കിട്ടി. ആ ഒരു ചെറിയ വസ്തുവിൽ നിന്ന് അതിൽ മേലുണ്ടായ തർക്കത്തിൽ നിന്ന് ഒരു വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കപ്പെട്ടു. അതിൽ നിന്നാണ് ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറയുന്ന ഫ്രേസ് ഉണ്ടായിട്ടുള്ളത്. എക്സാമ്പിൾ, this wealth of father becomes apple of discord between 2 brothers. അപ്പം ഒരു വലിയ പ്രശ്നത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു ചെറിയ കാര്യം, അല്ലെങ്കിൽ എന്ത് കാരണത്താലാണോ ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നത് ആ കാരണം, അതാണ് ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്, അല്ലെങ്കിൽ ആ വസ്തു. സോർ ഗ്രേപ്സ്, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പുളിക്കുന്ന മുന്തിരി, കിട്ടാത്ത മുന്തിരി പുളിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് തന്നെയാണിത്. അപ്പം അതിനൊരു കുറുക്കൻ്റെ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കഥയിൽ നിന്നിട്ടാണ് ഈ ഒരു സോർ ഗ്രേപ്സ് എന്ന് പറയുന്ന ഫ്രേസ് ഉണ്ടായിട്ടുള്ളത്. എക്സാമ്പിൾ, she said that she and her husband didn't want to join the club anyway, but it was clearly sour grapes. Next is many a slip between the cup and the lip. കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് ധാരാളം സ്ലിപ്പുകൾ ഉണ്ടാവാം. അല്ല, നമ്മളൊരു ചായ എടുക്കുമ്പോൾ, ചായ കപ്പിൽ കുടിക്കുമ്പോൾ ആ കപ്പിനും ലിപ്പിനും ഇടയ്ക്ക് ധാരാളം സ്ലിപ്പുകൾ ഉണ്ടാകാം. എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റോറിയിൽ നിന്നുണ്ടായതാണ്. ഒരിക്കലൊരു രാജാവ്, അദ്ദേഹത്തിന് വൈൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അദ്ദേഹം മുന്തിരിത്തോട്ടത്തിൽ എല്ലാ വർഷവും വിളവെടുത്ത് വൈൻ കുടിക്കും. അപ്പം അദ്ദേഹം ഒരു ജോത്സ്യനെ കണ്ടുമുട്ടുകയും ജോത്സ്യൻ പറഞ്ഞു, അടുത്ത വർഷം ഇതുപോലെ വൈനിൽ വിളവെടുത്ത് അതിൽ നിന്ന് ഒരു ഡ്രോപ്പ് പോലും താങ്കൾക്ക് കുടിക്കാൻ പറ്റില്ല, കുടിക്കാൻ അതിന് മുമ്പേ താങ്കൾ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ഭയങ്കരമായി പേടിച്ചു. അടുത്ത വർഷം അതേ സമയമായി. അടുത്ത വർഷം രാജാവ് ആ കപ്പിൽ വൈൻ വിളവെടുത്ത് കപ്പിൽ വൈൻ എടുത്ത് കുടിക്കാനായിട്ട് തുടങ്ങി. അപ്പം അദ്ദേഹം ഒത്തിരി ജോത്സ്യനെ വിമർശിച്ചു. ഞാനിപ്പം കുടിക്കാൻ പോവാണ്, നിങ്ങളല്ലേ പറഞ്ഞത് എനിക്കിനി ഒരിക്കലും ഞാൻ മരിച്ചു പോകും, എനിക്കിത് കുടിക്കാൻ പറ്റില്ല എന്ന്, ഞാനിപ്പോൾ കുടിക്കാൻ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ കപ്പിൽ വൈനെടുത്ത് ചുണ്ട് മുട്ടിക്കാൻ തുടങ്ങിയപ്പോൾ ആണ് അദ്ദേഹം അറിയുന്നത് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ഒരു വന്യമൃഗത്തിൻ്റെ അറ്റാക്ക് ഉണ്ടാകുകയും പെട്ടെന്ന് ആ കപ്പ് താഴെ വെച്ചിട്ട് രാജാവ് അതിനെ കൊല്ലാനായിട്ട് പുറപ്പെടുകയും ചെയ്തു. അതുമായിട്ടുള്ള അറ്റാക്കിൽ രാജാവ് മരണപ്പെടുകയും ചെയ്തു. അതായത് ഉറപ്പിച്ചൊരു കാര്യം, എനിക്ക് ആ വൈൻ കുടിക്കാൻ സാധിക്കും എന്ന് ഉറപ്പിച്ച കാര്യം ആ ഒരു ചെറിയ നിമിഷത്തിൽ പോയി. അതായത്
ഉറപ്പിച്ചൊരു കാര്യം, അതായത് കപ്പിനും ലിപ്പിനും ഇടയ്ക്ക് സ്ലിപ്പുകൾ ഉണ്ടാവാം. നമ്മൾ തീർച്ചപ്പെടുത്തിയ ഒരു കാര്യം അത് കയ്യിൽ കിട്ടുന്നത് വരെ ഓക്കെ, അത് കിട്ടുന്നതിന് മുന്നേ എന്താ സംഭവിക്കുക, തൊട്ട് മുന്നേ വരെയും അത് കിട്ടാതിരിക്കാം. അത്തരം സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മൾ മെനി എ സ്ലിപ്പ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ് എന്ന് പറയുന്ന ഈ ഫ്രേസ് ഉപയോഗിക്കാറ്. Example, everything seems to be going smoothly, but there is many a slip between the cup and the lip. So don't lose focus until we are over the finish line or the finishing point. Next is to clear the Augean stable. എന്താണ് Augean stable പ്രത്യേകത? ഇതൊരു ഗ്രീക്ക് മിത്തോളജിയിൽ നിന്ന് വന്നതാണ്. In Greek myth, Hercules was tasked with clearing or cleansing the Augean stable, which had not been cleared for 30 years. 30 വർഷത്തോളം വൃത്തിയാക്കാതിരുന്ന വലിയൊരു സ്റ്റേബിൾ മീൻസ് കുതിരകളെ കിട്ടുന്ന സ്ഥലം, അത് ഒറ്റ ദിവസം കൊണ്ട് ക്ലിയർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് ഹെർക്കുലസിനോട് രാജാവ്. അപ്പം അതാണ് ഒരു ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറയുമ്പോൾ അതാണ്. അങ്ങനെ ഒരു ഫ്രേസ് ഉണ്ട്, ഹെർക്കുലിയൻ ടാസ്ക്, വളരെ ബുദ്ധിമുട്ടുള്ള പണി. ഇവിടെ ഓഗിയൻ സ്റ്റേബിൾ എന്ന് പറയുന്നത് അതാണ്, ഒരിക്കലും വർഷങ്ങളായി മാറ്റം സംഭവിക്കാത്ത ഒരു കാര്യം, അതിനെ മാറ്റാൻ ശ്രമിക്കുക. To clear the Augean stable. Example, he pledged to clear the Augean stable of the corruption and abuse. Although they know it is not easy to reform the Augean stables of the society, they are still trying to do it. Next one is die is cast. Meaning a final decision has been made. There is no turning back. അതിലൊരു മറു ചിന്തയില്ല, ഒരു ഫൈനൽ ആയിട്ടൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. Example, now that I have announced my resignation, the die is cast. Resignation ഉള്ള തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു. The die is cast. One's number is up. Meaning it is one's time to die or suffer. Example, my only wish is that I don't feel any pain when my number is up. Indirect എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കടത്തിലാകുക. Example, the company was already in the red, owing more than 3 million pounds. കമ്പനി ഓൾറെഡി കടത്തിലാണ്, കൂടാതെ ഇപ്പോൾ 3 million pounds കൂടെ കടമായിരിക്കുന്നു. Swan song, meaning a final performance, product or accomplishment before someone or something stops creating work or products, as due to death, retirement, closure, etc. Example, I am resigning tomorrow. This project was my swan song. അപ്പം അവസാനത്തെ പെർഫോമൻസ്, അവസാനമായി ചെയ്യുന്ന ഒരു കാര്യം, അതൊക്കെ സൂചിപ്പിക്കാനാണ് സ്വാൻ സോങ് എന്ന് പറയുന്നത്. ഞാൻ നാളെ റിസൈൻ ചെയ്യാൻ പോകുന്നു, ഈ പ്രോജക്റ്റ് എന്നുള്ളത് എൻ്റെ അവസാനത്തെ മൈ സ്വാൻ സോങ് എന്ന് പറയുമ്പോൾ എൻ്റെ അവസാനത്തെ പ്രോജക്റ്റാണ്. To go off a tangent, meaning to begin addressing or discussing a topic or topics not relevant to the main discussion. Example, in the middle of our conversation about my finances, my advisor went on a tangent about current events. ഫിനാൻസിനെ കുറിച്ചുള്ള ഒരു സംസാരത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ അഡ്വൈസർ മറ്റൊരു സിറ്റുവേഷനെ കുറിച്ച് പറയുക. അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ ഇടയ്ക്ക് ടോപ്പിക്ക് മാറി ഒട്ടും റെലവൻ്റ് അല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക. അതാണ് ടു ഗോ ഓഫ് എ ടാൻജൻറ്റ്. Give short shrift, meaning to ignore
disregard or exclude someone or something, or to give someone or something very little time or attention. അധികം ശ്രദ്ധ കിട്ടാത്ത അവസ്ഥ, അധികം ശ്രദ്ധിക്കപ്പെടാതിരിക്കുക, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ. ആസ് ദ മിഡിൽ ചൈൽഡ് with a troublesome older brother and a needy younger sister, I felt like I was given short shrift growing up. നിങ്ങൾ പലരും പറയാറുണ്ട്, ഞാൻ നടുക്കത്തെ കുട്ടിയായതുകൊണ്ട് എനിക്കധികം ശ്രദ്ധ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടിയിട്ടില്ല. അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ ഈ ഒരു ഫ്രേസ് ഉപയോഗിക്കുന്നത്, give short shrift. A shot in the dark, meaning an attempt that is not expected to succeed or has very little chance of working. ഒരിക്കലും നമുക്ക് സക്സസ്ഫുൾ ആകുമെന്നോ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് കണ്ടീഷനിലേക്ക് പോകുമെന്നോ ഉള്ളൊരു സാഹചര്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇത്തരം ഒരു ഫ്രേസ് ഉപയോഗിക്കാറ്. എക്സാമ്പിൾ, ഇറ്റ് വാസ് റിയലി ജസ്റ്റ് എ ഷോട്ട് ഇൻ ദ ഡാർക്ക് വെൻ ഐ ട്രൈ ടു ഫിക്സ് ഔട്ട് വാഷിംഗ് മെഷീൻ. എൻ്റെ വാഷിംഗ് മെഷീൻ ഞാൻ അതിൻ്റെ കംപ്ലൈൻറ്റ് മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഇറ്റ് വാസ് റിയലി ഷോട്ട് ഇൻ ദ ഡാർക്ക്. അതൊരിക്കലും അത് നന്നാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. Indian summer, meaning period of great success late in someone's life or career, often after a period of not being successful. കുറേ നാൾ സക്സസ് ഒന്നും ആവാതെ ഇരുന്നിട്ട് ഒരു കരിയറിൽ ഒരു നല്ല ഒരു സക്സസ് സംഭവിക്കാം. പീരീഡ് ഓഫ് ഗ്രേറ്റ് സക്സസ്, ആ ഒരു കാലഘട്ടം, അതാണ് ഇന്ത്യൻ സമ്മർ. എക്സാമ്പിൾ, ഹി മെയ്ഡ് ഹിസ് ബെസ്റ്റ് മൂവീസ് ഇൻ ഹിസ് 70s. ഇറ്റ് വാസ് ഫോർ ഹിം എ റിയൽ ഇന്ത്യൻ സമ്മർ. അപ്പം ഒരാൾക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ ബെസ്റ്റ് മൂവീസ് ഒന്നും അദ്ദേഹത്തിന് സക്സസ്ഫുൾ ആയിരുന്നില്ല. പക്ഷെ ആ 70s, പിന്നീട് വന്ന 70s കാലഘട്ടങ്ങളിൽ അദ്ദേഹം വളരെ നല്ല ഒരു മികച്ച ഒരു കരിയറിൽ നല്ലൊരു ബെസ്റ്റ് മൂവീസ് എടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അപ്പം ആ ഒരു ടൈം പീരീഡ്, അതൊരു ഇന്ത്യൻ സമ്മർ എന്ന് പറയും. ആ ഒരു ഫ്രേസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ സമ്മർ. He made his best movies in his 70s. It was for him a real Indian summer. Mumbo jumbo, meaning something that doesn't make sense. Speech is meaningless. ഒരു സെൻസ്ലെസ് ആയിട്ട് സംസാരിക്കുക, പറയുന്ന കാര്യങ്ങളിലൊന്നും അർത്ഥമൊന്നും ഇല്ലാതിരിക്കുക. എക്സാമ്പിൾ, ഷീ ഈസ് ജസ്റ്റ് എ കിഡ്. Most of what she says is mumbo jumbo. To give one the cold shoulder, meaning to intentionally ignore someone or treat someone in an unfriendly manner. ഒരാളെ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഫ്രണ്ടായിരുന്ന ഒരാളെ ഫ്രണ്ട് അല്ലാത്തൊരവസ്ഥയിൽ മാറ്റി നിർത്തുക. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ടു ഗിവ് വൺ ദ കോൾഡ് ഷോൾഡർ എന്ന് പറയുന്നത്. Example, I thought she really liked me, but the next day she gave me the cold shoulder. Achilles heel. ഈ അഖിലസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് മിത്തോളജിയിലുള്ള ഒരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിന് വളരെ ചെറുതായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിനെ ഒരു മാന്ത്രിക നദിയിൽ മുക്കി. ആ നദിയിൽ മുങ്ങപ്പെട്ട അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അത്രയും ഭാഗവും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വളരെ യുദ്ധത്തിലൊന്നും ഒന്നും സംഭവിക്കില്ല അദ്ദേഹത്തിന്. പക്ഷേ ഒരു വലിയ യുദ്ധം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലുകൾ എന്ന് പറയുമ്പോൾ ഈ കാലിൽ പിടിച്ചിട്ടാണ് നദിയിൽ മുക്കിയത്. അപ്പം ഈ കാലിൻ്റെ ഭാഗത്ത് വെള്ളം മുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ ഭാഗത്ത് ആ യുദ്ധത്തിൽ വെച്ചിട്ട് അമ്പ ചെയ്യപ്പെടുകയും അദ്ദേഹം മരണമടയുകയും ചെയ്യുന്നു. അപ്പം ഈ ഒരു സ്റ്റോറിയിൽ നിന്നിട്ടാണ് അഖിലസ് ഹീൽ എന്ന് പറയുന്നത്. അഖിലസ് ഹീൽ എന്ന് പറയുമ്പം ആ ഒരു വീക്ക്നെസ് അതിനെ സൂചിപ്പിക്കാൻ പറയുന്നതാണ് അഖിലസ് ഹീൽ. Though he was a good person, his short temper was his Achilles heel. അപ്പോൾ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മളൊരു 45ഓളം ഇഡിയോമാറ്റിക് ഫ്രേസസിനെ കണ്ടു, പരിചയപ്പെട്ടു.
What you have to do is write some sentences using these idiomatic phrases and practice it. Try to include these in your conversation too. Okay, then see you in next class. Take care.